സ്വന്തമായ ആർട്ടിസ്റ്റുള്ള ഞങ്ങൾ മാമന്മാരെല്ലാവരും കൂടി ഇന്നലെ രാത്രി പ്ലാൻ ചെയ്താണ് ഇലവീരം പുഞ്ചിറ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോണേ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡെല്ലാം ഇവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ വണ്ടിയെല്ലാം സെറ്റ് ആക്കിട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. എന്നെ ട്രാവല് കാണിച്ചു തരാം. ട്രാവല് നമുക്ക് ഫുള്ള് കാണാം. കുഞ്ഞൊക്കെ ഇരിക്കും. ഇനി നമുക്ക് എല്ലാവരും കൂടി കേറിയിട്ട് ഒരു വീഡിയോ വന്നേക്കും കേട്ടോ. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. നമ്മളെല്ലാവരും അറേഞ്ച്മെന്റ് ആവണേ. അപ്പം ഞങ്ങളെല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയും പോണേനു. അപ്പം ഒന്ന് സെൽഫി എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. കണ്ടോ എന്ന് പറയണ്ട എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇനി പോണ യാത്രകളാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ പോവാൻ. നല്ല രസമാണ്. പോണ വയ്യാണ് ഇതൊക്കെ. അപ്പം ഞങ്ങൾ ഇത് കണ്ടോ നല്ല പോണ വയ്യാണിത്. അപ്പം ഞങ്ങൾ ശൂലം നിർത്തട ചെക്ക് ഡാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. വെള്ളം കുറവാണ് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ നല്ല വാട്ടർഫോൾസ് പോലെ കുളിക്കാം. ഇതൊരു മലയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ സ്ഥലം വന്നേക്കണം മൂവാറ്റുപുഴയാണ് കേട്ടോ. അടുത്ത വ്യൂ ആണ് കേട്ടോ ഇത് ഫുള്ള്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങണേ കേട്ടോ. ഇവിടെ വെള്ളം വരും, പക്ഷെ ഇപ്പോൾ വെള്ളമില്ല കേട്ടോ. കേട്ടോ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും കേട്ടോ. കുത്തു ഒഴുകും കേട്ടോ. ഇപ്പം ഇല്ല വെള്ളം. കണ്ടോ അതിൻ്റെ ഒരു ചെറിയ ഇതാണ് കേട്ടോ. ഒരു അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണം കേട്ടോ. ഞങ്ങളെ കാണിച്ചതാണ്. കണ്ടോ അപ്പം എല്ലാവരും നോക്കാൻ വേണ്ടി വന്നേ കേട്ടോ. വെള്ളമൊന്നുമില്ല കണ്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഫുൾ വെള്ളം ഇങ്ങനെ പോകും കേട്ടോ. ഇപ്പം വെയിലായതുകൊണ്ട് നമ്മുടെ ചൂടൊക്കെ ആയതുകൊണ്ട് വെള്ളമില്ല. അപ്പം ഞങ്ങൾ എന്ത് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടോ. സംസാരിച്ച് ഇങ്ങനെ കഴിക്കണേന്. ചായ കുടിക്കണേന്. ഞങ്ങൾ ചായ കൊടന്നാന്ന് ഞങ്ങൾ ചായ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മിഠായി വാങ്ങിച്ചു. പോണേ കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ. അപ്പം എല്ലാവരും കയറി പോണേന്. ഇപ്പം ഞങ്ങൾ ജീപ്പിൽ യാത്ര ചെയ്യാൻ പോണേന്. ട്രക്കിംഗ് ആണ് കേട്ടോ ഞങ്ങൾ. ട്രക്കിംഗ് ഞങ്ങളുടെ ട്രാവലർ ഉണ്ട്. ഞങ്ങൾ ട്രക്കിംഗ് പോണേ. 2 വണ്ടിയിലാണ് ഞങ്ങൾ പോണത്. 2 ജീപ്പിന്. അപ്പം ഉമ്മയും വാപ്പിയും എൻ്റെ അനിയനും ഫ്രണ്ടിലാണ്. ഞാനും ബാക്കിലാണ് കേട്ടോ. ഇത് 3 ഇതാക്കിയിട്ട് ഇരിക്കുക കേട്ടോ. കണ്ടോ ഇത് ഇവിടെ ഒരു സെറ്റ്, അപ്പുറത്തൊരു സെറ്റ്, അതിൻ്റെ ബാക്കിലൊരു സെറ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ പോണ വയ്യാണ്. അടിപൊളിയാന്ന് ട്രക്കിങ്ങൊക്കെ. നിങ്ങൾ ട്രക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയണം. ഞങ്ങളുടെ സ്പോട്ടിലെത്തിയിട്ടോ. ഞങ്ങളൊരു ഗുഹ കാണാൻ പോണേ കേട്ടോ. ഞങ്ങൾ പോയ സ്പോട്ടിൻ്റെ പേര് മുനിയറ ഗുഹയാണ് കേട്ടോ. മുനിമാരി വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ ഈ മുനിയറ ഗുഹ. അതിനെ കേട്ടോ ഇങ്ങനെ മുനിയറ ഗുഹ എന്ന് പറയണത്. അപ്പം എല്ലാവരും ആ ഗുഹയിലേക്ക് പോണേണ് കേട്ടോ. അപ്പം പോണേ വയ്യാണ് കേട്ടോ. ഇതുണ്ടോ നല്ല ഇത് ഭയങ്കര ഇറക്കമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും പിടിച്ച് പതിയെ ഇറങ്ങണേ, അല്ലെങ്കിൽ വീഴും. അപ്പം അവിടെ ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ നല്ല തണുപ്പ. അവിടെ ഇരിക്കാൻ നല്ല തണുപ്പാണ് കേട്ടോ. എല്ലാവരും അപ്പം ഇങ്ങനെ പോണ വയ്യാണ് കേട്ടോ മുനീറ ഗുഹയിലേക്ക്. കണ്ടോ അവിടെ കുറച്ച് ആൾക്കാർ കയറണ കണ്ടോ. അവിടെയാണ് മുനീറ ഗുഹ. കണ്ടോ ഇതാണ് മുനീറ ഗുഹ. കണ്ടോ ഇങ്ങനെ കയറി ഇങ്ങനെ പോണേണ്. അപ്പം ചിലർ ഇപ്പോൾ പോയിട്ട് വന്ന് പോണേ കേട്ടോ. അപ്പം അവിടെ നിറച്ച് വെള്ളമാണ് കേട്ടോ. അവിടെ വെള്ളമാണ്. അവിടെ കാൽമുട്ടിൻ്റെ അവിടെ വരെ ഉണ്ടാവും വെള്ളം. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു പോണേണ്. ഇപ്പം ആ വെള്ളത്തിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ തിരിച്ചു പോണേണ്. അപ്പോൾ ഞങ്ങൾ ട്രെക്ക് ചെയ്ത് പിന്നെ ഞങ്ങളുടെ ഒരു സ്പോട്ടിലേക്ക് പോകണം കേട്ടോ.
ഞങ്ങൾ അവിടുത്തെ ശുദ്ധജലം പദ്ധതിയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പേരാണ് അമൃത് സരോവറിലാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. അത് കുടിവെള്ളമാണ് കേട്ടോ. അത് ഇത് എല്ലാവരായിട്ടുള്ളൊരു പിക്കാണ്. ഇതാണ് കേട്ടോ ആ ഒരു ബോർഡ് ഉണ്ട് അവിടെ. ഇവിടെ നല്ല വ്യൂ ആണ് കണ്ടോ. ഇതാണ് വെള്ളം. ഭയങ്കര കാറ്റാണ്. ഇതിലേക്ക് വ്യൂ ഇല്ല കേട്ടോ ഇവിടെ. വെള്ളത്തിലേക്ക് അല്ല വ്യൂ ഇല്ല കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഇപ്പം ഇലമിയ പൂഞ്ചിറയിലേക്കാണ് കേട്ടോ പോകണം. ഭയങ്കര കാറ്റാണ് കേട്ടോ അവിടെ. ഭയങ്കര കുത്തനെ കയറ്റമാണ് അവിടെ. ഇലമിയ പൂഞ്ചിറയിൽ ഒരിക്കലും മരത്തിലെ ഇല ഉണ്ടെങ്കിൽ അവിടുത്തെ താഴത്തേക്ക് കാറ്റുണ്ടെങ്കിൽ വീയൂല കേട്ടോ മരത്തിലെ ഇല. അതാണ് അവിടുത്തെ പ്രത്യേകത. ഞങ്ങൾ പോകണം. ഭയങ്കര വയർക്ക് കുലുങ്ങണേന്ന്. അപ്പോൾ അങ്ങനെ കയറണ വയ്യാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഏറ്റവും മുകളിലേക്ക് നടന്നു പോകണേ കേട്ടോ. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ. ഇത് പോലീസ് വയർലെസ് സ്റ്റേഷനാണ് കേട്ടോ. ഇതിപ്പോഴും ഉണ്ട് കേട്ടോ. കണ്ടോ ഒരു പിക്കാണ് എടുക്കണേ കേട്ടോ. ഇവിടെ കുറച്ച് കേക്ക് ഒരു പിക്കാണിത്. ഇത് ഏറ്റവും വലിയത്. അപ്പം ഞങ്ങളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങണേ കേട്ടോ. അവിടെ കുറേ കണ്ടോ 2 ജീപ്പ് എടുക്കണം. ഞങ്ങളുടെ ജീപ്പാണത്. അപ്പോൾ പോണ വഴിയാണ്. ഭയങ്കര കല്ലാണ് അവിടെ ഇങ്ങനെ ഒരു എന്താണെന്നറിയില്ല. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ. അവിടെ ഞങ്ങൾ അടി കൂടെ ഇങ്ങനെ തൂങ്ങിയൊക്കെയാണ് പോകണത്. അല്ലെങ്കിൽ ഞാൻ സൈഡിൽ കൂടെ പോവാം. കണ്ടോ. ഇപ്പോൾ ട്രക്കിങ്ങിന് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണേ കേട്ടോ. പോണേണ്. അപ്പം ഇനി ഫുഡ് കഴിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇരുന്നല്ലാവരും. അപ്പോൾ ഫുഡ് എല്ലാവർക്കും ഇനി വിളമ്പണ ഒരു ചേട്ടൻ്റെ കടയിലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കണം. ആ ചേട്ടൻ പറഞ്ഞു കഴിച്ചോളാൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കണതാണ്. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ചോറും ഉണ്ട് നെയ്ച്ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണേ കേട്ടോ. പപ്പടമൊക്കെ കൊടുക്കണേണ്. ഇഞ്ചിക്കറി, തക്കാളിക്കറി, ചമ്മന്തി അങ്ങനത്തെ എല്ലാം ഉണ്ടായിട്ടോ. ചിക്കൻ ഫ്രൈ, നെയ്ച്ചോറ്, പിന്നെ ക്യാബേജ് ഉലർത്തിയത്, പപ്പടം, അങ്ങനെ കുറേയൊക്കെ ഉണ്ടായി. ഓരോരുത്തർക്ക് ഒരേ കറി വെച്ചിട്ട് വിളമ്പണം കേട്ടോ. ഓരോരുത്തർ ഓരോ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കറികളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറേ കറികളുണ്ടായി. ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പാണ്ട് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അടുത്ത ചേട്ടൻ നല്ല ചേട്ടനായതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യം എല്ലാം ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം കഴിക്കണ തിരക്കിലായി. അപ്പം ഞങ്ങൾ പോകണമായിട്ട് പോയി. അപ്പം ഡാൻസിങ് ഒക്കെയാണ് ഇപ്പം പോണ വയ്യാണിത്. ഡാൻസ് കളിക്കണേണ്. അപ്പം ഞങ്ങൾ ആനാടിക്കുത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇല്ല ഗൈസ്. എന്താ പറയാനാ. അപ്പം ഞങ്ങൾ വിചാരിച്ച് പോണേ കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോണേണ്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ. രാത്രിത്തെ ഒരു കടയിലൊക്കെ നിർത്തി. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളെല്ലാം പോകണം. ഇപ്പോൾ പോണേ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ, തട്ടുകട. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ പിരിയണേണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ബെല്ലൊക്കെ അടിച്ചു പിടിക്കണം. ബൈ.